Hello friends, Sonal Sajith YouTube channel എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോനാൽ സജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഇതേപോലത്തെ 10 രൂപേൻ്റെ 20 രൂപേൻ്റെ ഒക്കെ ടോർച്ച് എങ്ങനെ ഒരു റീചാർജബിൾ ടോർച്ച് ആക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതും ചെയ്യുന്നതും. അപ്പോൾ റീചാർജബിൾ ടോർച്ച് എന്ന് വെച്ചാൽ ഇതേപോലത്തെ ചാർജിങ് USB സോക്കറ്റ്, പിന്നെ സ്വിച്ച്, പിന്നെ LED ഇൻഡിക്കേഷനൊക്കെ വരുന്ന ഒരു ടോർച്ചാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടിയില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കെന്നാൽ ഇനി ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായി ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു കുറച്ച് തടിച്ച ടോർച്ചാണ് ആവശ്യമായത്. ഇനി അടുത്തതായി ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു ചെറിയ ബാറ്ററിയാണ്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3.5 ആണ് ഇതിൻ്റെ വോൾട്ടേജ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയൊരു ബാറ്ററി, പിന്നെ ചെറിയൊരു സ്വിച്ച്, പിന്നെ ഒരു മൈക്രോ USB സോക്കറ്റ്, ഒരു 1N4007 ഡയോഡ്, പിന്നെ ഒരു 100 ohmsൻ്റെ 2 റെസിസ്റ്ററാണ് ആവശ്യമുള്ളത്. ഒരു നോർമൽ LED കളർ പ്രശ്നമില്ല, പിന്നെ 4 നേരിയ വയർ. ആദ്യം നമ്മൾ ആ ടോർച്ച് എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളത്തെ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ എല്ലാം റിമൂവ് ചെയ്ത് കളയണ്ട, എല്ലാം റിമൂവ് ചെയ്തെടുക്കുക. എല്ലാം മൊത്തത്തിലെല്ലാം റിമൂവ് ചെയ്യാം. ഇനി ആ ടോർച്ചിൽ ആദ്യം സ്വിച്ച് ഉണ്ടായ ഭാഗത്ത് കുറച്ചും കൂടി ഹോള് കുറച്ചും കൂടി വലുതാക്കിയ ശേഷം അതിലേക്ക് ഈ സ്വിച്ച്, നമ്മൾ ഈ ഓൺ ഓഫ് സ്വിച്ച് അതിലേക്ക് നല്ല ടൈറ്റ് ആകുന്ന രീതിയിൽ ഇറക്കി വെക്കുക. നല്ല ടൈറ്റ് ആവണം. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട്, ഏതെങ്കിലും ഒരു ബാക്ക് സൈഡിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ USB സോക്കറ്റ് ഇറക്കി വെക്കുക. ഇതേപോലെ ടൈറ്റായിട്ട് ഇറക്കി വെക്കണം. ലൂസായിട്ടുണ്ടെങ്കിൽ ഫെവിക്ക് കൊട്ടിക്കുക. അതിനുശേഷം ഈ സ്വിച്ചിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗത്തെല്ലാം ഇങ്ങനെ എക്സസൈറ്റ് എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഞാൻ നോർമൽ LED എടുത്തതിന് ശേഷം അതിലേക്ക് പോസിറ്റീവിലോ നെഗറ്റീവിലോ ആ റെസിസ്റ്റർ 100 ohmsൻ്റെ ഒരു റെസിസ്റ്റർ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഡയോഡ് എടുക്കുക. ഡയോഡിൻ്റെ ഒരു സൈഡിലൊരു ഒരു ഗ്രേ ബാൻഡ് ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ്. അപ്പോൾ ആ സൈഡ് നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റിൽ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 വയർ എടുക്കുക, ഒരു റെഡും ഒരു വൈറ്റും. പോസിറ്റീവ് നെഗറ്റീവിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ ഈ വൈറ്റ് നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ അത് ആ റെസിസ്റ്റർ ഡയോഡിൻ്റെ അവിടെ കണക്ട് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അവിടെ കണക്ട് ചെയ്യുക. പിന്നെ പോസിറ്റീവ് LEDൻ്റെ പോസിറ്റീവിലായിട്ട് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ഒരു അളവ് നോക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ടതിന് ശേഷം അളവ് നോക്കിയ ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. അതെന്ന് വെച്ചാൽ എക്സസ് ആയി കഴിഞ്ഞാൽ ഇത് ചെറിയ ടോർച്ചല്ലേ, അപ്പോൾ എക്സസ് ആയി കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം നോക്കുക. അപ്പോൾ കണക്ഷൻസ് എല്ലാം സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇനിയൊരു റെസിസ്റ്ററും കൂടി ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് ആ ഡയോഡിൻ്റെ ഒന്നിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്ര വരെ ചെയ്ത കണക്ഷൻസൊക്കെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഈ 2 വയറും നമ്മൾ മൈക്രോ USB സോക്കറ്റിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. മൈക്രോ USB സോക്കറ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ആ പോസിറ്റീവിൽ നിന്ന് നേരെ LEDയിൽ നിന്ന് നേരെ ബാറ്ററീൻ്റെ പോസിറ്റീവിലേക്ക്, പിന്നെ ഈ നെഗറ്റീവിൽ നിന്ന് ഡയോഡിൽ നിന്ന് റെസിസ്റ്ററിൽ നിന്ന് നേരെ ബാറ്ററീൻ്റെ നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇനി നമുക്കിത് കേസിലേക്ക് കയറ്റി വെക്കാം. എൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കാൻ തുടങ്ങാം. അപ്പോൾ മൈക്രോ USB സോക്കറ്റിൻ്റെ റെഡ് തന്നെയാണ് പോസിറ്റീവ്, വൈറ്റ് നെഗറ്റീവ്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ കണക്ട് ചെയ്ത് കൊടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വയേഴ്സൊക്കെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ടായി പോകും. അപ്പോൾ ഇനി ഞാൻ ബാറ്ററീൻ്റെ പോസിറ്റീവ് ആ LEDൻ്റെ പോസിറ്റീവ് വയറായിട്ട് കണക്ട് ചെയ്തു, ആ റെഡ് വയർ. അപ്പോൾ ഇനി ആ ഒരു വയർ നേരെ സ്വിച്ചിൻ്റെ ഒരു പിന്നിലേക്കായിട്ട് കണക്ട് ചെയ്യുക. ഇനി ബാറ്ററീൻ്റെ നെഗറ്റീവ് ആ റെസിസ്റ്ററിലേക്കായിട്ട് കണക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്ററിൽ നിന്ന് ബാറ്ററിയിലേക്ക്. ഇപ്പോൾ അത് നല്ല വൃത്തിക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സോൾഡറെല്ലാം ചെയ്യുക, നല്ല ടൈറ്റ് തന്നെ സോൾഡറെല്ലാം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ടോർച്ചിൻ്റെ LED അതിന് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രീൻ എന്ന് വെച്ചാൽ പോസിറ്റീവ്, വൈറ്റ് നെഗറ്റീവ്. ശരിക്കും അങ്ങനെയല്ല, അപ്പം ഞാൻ വേറെ വയറില്ലാതെ കൊണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഗ്രീനാണ് പോസിറ്റീവ്. അപ്പോൾ ആ ഗ്രീനിൽ ഒരു വയർ സ്വിച്ചിൻ്റെ മറ്റേ പിന്നിലേക്കായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ടെല്ലാം വയർ കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ വെച്ച് നോക്കുക. അപ്പം വയർ കണക്ഷൻസ് എല്ലാം നോക്കുക, കറക്റ്റ് ആവുന്നുണ്ടോ നോക്കുക.
ഇപ്പോൾ ഈ LED-ൻ്റെ നെഗറ്റീവ് അതായത് വൈറ്റ് അത് ആ റെസിസ്റ്ററിൻ്റെ ഇതിലേക്കായിട്ട് കണക്ട് ചെയ്യണം. അതായത് ആ ബാറ്ററീൻ്റെ നെഗറ്റീവ് റെസിസ്റ്ററും ജോയിൻ്റ് ചെയ്ത ആ ഭാഗത്ത്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക കണക്ഷൻസൊക്കെ കറക്റ്റാണോ, ലൈറ്റെല്ലാം കത്തുന്നുണ്ടോ നോക്കുക സ്വിച്ച് ഇട്ടിട്ട്. ഓക്കെ, ഇനി ആ ഗ്രീൻ വയർ അതായത് പോസിറ്റീവ് അത് നമ്മൾ കറക്റ്റായിട്ട് അളവ് നോക്കി കട്ട് ചെയ്യുക. അതിന് ശേഷം അത് ആ സ്വിച്ചിൻ്റെ മറ്റേ നെക്സ്റ്റ് പിന്നിലേക്കായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ കണക്ഷൻസൊക്കെ റെഡിയായി. അതിന് ശേഷം നമ്മൾ അതെല്ലാം ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയ ബോക്സ് ആണ്, അപ്പം നല്ല പെട്ടെന്ന് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്യുക. നല്ല വൃത്തിക്ക് കണക്ഷൻസ് ഒന്നും ടച്ച് ചെയ്യാത്ത വിധത്തിൽ നോക്കുക. എന്നിട്ട് ബോക്സ് നല്ല വൃത്തി ക്ലോസ് ചെയ്യുക. ഇപ്പം കുറച്ച് ബോക്സ് ക്ലോസ് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഒന്നെങ്കിൽ ഫെവിക്വിക്കോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ വെച്ച് നല്ല വൃത്തിക്ക് ടൈറ്റ് ആക്കുക. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ LED ഇൻഡിക്കേഷനെല്ലാം നോക്കാനുണ്ട്. എല്ലാ കണക്ഷൻസ് ഓക്കെ ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രം. ഇനി നമുക്ക് ചാർജിങ് ഇൻഡിക്കേഷൻ LED വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. അപ്പോൾ സാധാ മൊബൈലിൻ്റെ ചാർജർ വെച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ചാർജിങ് ഇൻഡിക്കേഷൻ LED. അപ്പോൾ സംഭവം എല്ലാം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ ബോക്സ് കംപ്ലീറ്റ്ലി ആയിട്ട് എന്തെങ്കിലും ഫെവിക്വിക്കോ വെച്ചിട്ട് ഗ്യാപ്പെല്ലാം ക്ലോസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായി നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടുതൽ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിലൊരു ഓൾ എന്ന് പറഞ്ഞ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം.